ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു വാട്ടേ 18 ഡേ ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. സോ ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് നേരമായി. ഇന്ന് ഇച്ചിരി ടയേർഡ് ആയതുകൊണ്ട് ഞാൻ രാവിലെ ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്നും ചായ കുടിക്കുന്നതല്ല. സോ ഇന്ന് എന്തായാലും ഒരു മിൽക്ക് ടീ കുടിച്ചു. ഇതിൽ ശർക്കരയാണ് പഞ്ചസാരയ്ക്ക് ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും പയറുമായിരുന്നു. എനിക്ക് ഗോതമ്പ് പുട്ടും പയറും ഒത്തിരി ഇഷ്ടമാണ്. സോ അതും കഴിച്ചിട്ട് പിന്നെ നേരെ പുറത്തേക്ക് പോയി ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അത് ഇച്ചിരി ദൂരമുണ്ട് വീട്ടിൽ നിന്ന്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1 അവർ, ഓൾമോസ്റ്റ് ഒരു 1 അവർ ഡ്രൈവ് ഉണ്ട് അവിടേക്ക് എത്താനായിട്ട്. ബട്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ അടിപൊളി വ്യൂസ് ആയിരുന്നു. ഫുൾ മരങ്ങളും പിന്നെ മലയും പിന്നെ പാറയും ഒക്കെ. പിന്നെ ഇത് ഈ ഒരു കൃഷിപ്പാടമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എനിക്കിതൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. അല്ലെങ്കിലും എനിക്ക് യാത്ര ചെയ്യാനും ഇങ്ങനെ കാണാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ അവിടെ വീടെത്തിയിട്ടുണ്ടായിരുന്നു. വീടെത്തി ഫസ്റ്റ് ഞാൻ മാത്രമല്ല, ഋതുവിൻ്റെ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കയറിയിട്ട് ഞാൻ നോക്കിയപ്പോൾ രാവിലെ ഒരു 8:30 ഒരു 9 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കുമായിരുന്നു. സോ അത് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി അവിടുത്തെ മരങ്ങളൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ആദ്യം പിസ്ത ആണെന്ന് വിചാരിച്ചു, പക്ഷേ അത് പിസ്തയല്ല, കണ്ടിട്ട് പിസ്തയായിട്ട് തോന്നുന്നില്ല. ഇത് എന്ത് ചെടിയാണ് എന്ത് മരമാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വാട്ടർമെലൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നതുകൊണ്ട് ഹെവി ആയിട്ട് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വാട്ടർമെലൺ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ഡയറ്റ് ഒന്നും നോക്കുന്നില്ല. സോ ഇതിൽ അത്യാവശ്യം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനോടൊപ്പം ഞാനൊരു ബിസ്ക്കറ്റും കൂടി കഴിച്ചു. പിന്നെ എന്ത് കിട്ടിയാലും ഞാൻ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് അതും ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നൊരു വാട്ടർ 18 വീഡിയോ ആണെങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അടിപൊളി വ്യൂ ആയിരുന്നു വീടിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കയറിയപ്പോൾ. അപ്പോൾ കുറച്ചും കൂടി ടോപ്പ് ഫ്ലോറിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണിത്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാർമേഘവും പിന്നെ ഇത് ഈ ഒരു വ്യൂവും കൂടി വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങി. എനിക്ക് വിശപ്പില്ലായിരുന്നു, പായസം ഉണ്ടായിരുന്നു. സോ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് ടേസ്റ്റ് നോക്കിയതാണ്. അതും ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ജാഗറി ശർക്കര ഐറ്റംസ് എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഏകദേശം ഒരു നൂൺ ടൈമായി. അപ്പോൾ അവിടെ ഇത് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി ഫൈനൽ ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇന്നത്തെ ന്യൂൺ ചിക്കൻ ബിരിയാണിയാണ്. സോ ഇന്ന് ഡയറ്റ് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായി കാണും. ഓൾറെഡി എഗ്ഗൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനൊന്ന് മസാലയൊക്കെ ഇട്ടൊന്ന് ടച്ചപ്പ് ചെയ്തെടുക്കുവാണ്. ഇതിൽ കുറച്ച് ഓയിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ജീരകവുമാണ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ അല്ല, ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ആൻഡ് അടുത്ത് പപ്പടവും കൂടി റെഡിയാകുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ ഊണൈറ്റം, മീലായിട്ടുള്ളത്. ബീഫ് റോസ്റ്റും ചിക്കൻ ബിരിയാണിയും പിന്നെ എഗ്ഗ് മസാലയിൽ മിക്സ് ചെയ്തെടുത്തതും പിന്നെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പിക്കിളാണ്. ഡേറ്റ്സിൻ്റെ പിക്കിൾ, ഡേറ്റ്സ് അച്ചാർ ഞാൻ ഒരുപാട് കഴിച്ചു. അതും ബിരിയാണിയും കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഓൾമോസ്റ്റ് റൈസും കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. സാധാരണ സാലഡും ബിരിയാണിയുമാണ് ഞാൻ എപ്പോഴും മിക്സ് ചെയ്ത് കഴിക്കുന്നത്, റൈസും. ബട്ട് ഇപ്പോൾ ആ ഒരു ഡേറ്റ്സ് അച്ചാറാണ് ഞാൻ കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ചിക്കൻ ബിരിയാണിയേക്കാളും കൂടുതലായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബീഫ് റോസ്റ്റാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബിരിയാണി കഴിച്ചിട്ട് കുറച്ചധികം നാളായി. സോ ഇന്ന് ഡയറ്റ് എന്തായാലും നോക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് കഴിക്കാൻ കാരണം ആ ഡേറ്റ്സ് പിക്കിളാണ്. അത് അടിപൊളി ടേസ്റ്റാണ്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, ബട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുമ്പോഴാണ് അത് ഋതുവിൻ്റെ ഓരോ നോട്ടി കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നത്. അവൻ അവിടെ കിടന്ന് ഓടിക്കളിക്കുവാണ്. അതിനുശേഷം പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കുറേ നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം ഈവനിങ് ആയി ഞാൻ കിച്ചണിൽ പോയപ്പോൾ സമൂസ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് സമൂസ വീട്ടിലുണ്ടാക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. ആൻഡ് ഇന്ന് ഈവനിങ്ങിന് ചായയും സമൂസയും ബനാനാസും പിന്നെ ഒരു മുറുക്ക് പോലത്തെ ചിപ്സ് പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഒരു കപ്പ് കേക്കും. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് സമൂസ ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കി. ചായ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്കിതിൽ ഈ സമൂസയെക്കാളും കൂടുതലായിട്ട് ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മുറുക്കുണ്ട്. ഈ ഒരു മുറുക്കാണോ ചിപ്സാണോ എന്ന് അറിയത്തില്ല, അതും ആണ്. പിന്നെ ഞാൻ കപ്പ് കേക്ക് ഒരു ഹാഫായിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈവനിങ് ടീ ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി വേറൊന്നും കഴിച്ചില്ല. ഇതാണ് ഇന്നത്തെ എൻ്റെ വാട്ടർ 18 രാത്രി ഞാൻ വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു നേന്ത്രപ്പഴം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സോ ബൈ.